കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. എല്ലാവരും വരൂ, നമുക്ക് തൊഴാൻ പോണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ എന്താണ് അലങ്കാരം എന്നൊക്കെ നോക്കാൻ പോണ്ടേ? അപ്പം എല്ലാവരും വരൂ. നമ്മളങ്ങനെ ആ ഗോപുരവാതിൽ കഴിഞ്ഞിട്ട് ആ അവിടേക്ക് പോവുകയാണ്. ആ വാതിൽപ്പടിയുടെ അവിടെ എത്തി. എല്ലാവരും വന്നോളൂ കേട്ടോ, കാണാൻ പോവാം, നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാം. നേരെ വരൂ വരൂ. അങ്ങനെ നമ്മൾ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കാണ്, വ്യാഴാഴ്ചയല്ലേ, നല്ല തിരക്കുണ്ട്. അവിടുന്ന് അങ്ങനെ കയറുമ്പോൾ ആ ശ്രീലകത്തെ ആ ദീപപ്രഭ അങ്ങനെ കാണുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക, ഉണ്ണിക്കണ്ണനെ നോക്കുക, അന്ന് ഏത് ഭാവത്തിലാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ നിൽക്കണത് നോക്കണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ കാണാണ്ട് ആ കാലിൻ്റെ മുകളിലൊക്കെ അതാ കാൽവളകളൊക്കെ ഇട്ടിട്ട് കൈവളകളൊക്കെ അണിഞ്ഞ് നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനായിട്ട് ഇങ്ങനെ നിൽക്കണു കേട്ടോ. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ ഒരു മഞ്ഞപ്പട്ടങ്ങു ഞെറിഞ്ഞു ചാർത്തി ചിഞ്ചിതനാദത്തിൽ നിന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞ പോലെ മഞ്ഞപ്പട്ടൊക്കെ ഞൊറിഞ്ഞ് ചാർത്തിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ ഇന്ന് മഹാപ്രഭുവാണ്, നാരായണനായിട്ടാണ് ഇന്ന് ഗുരുവായൂരപ്പൻ നിൽക്കുന്നത്. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ട് തന്നെയാണ് ഇന്ന് അവതാരം. അത് നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല കാഴ്ചയാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്, മേൽശാന്തി പുതുമന ഇല്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരി. കളഭാലങ്കാരം ഉണ്ടായത് മുന്നൂലം ഭഗവതിക്കനാണ്. നന്നായിട്ട് മഹാപ്രഭുവിനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ, നല്ലൊരു കാഴ്ചയാണത് കാണാൻ. അരയിലൊക്കെ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ട് നന്നായിട്ട് നല്ല രസമായിട്ടുണ്ട്. ആ നെറ്റിയിൽ സ്വർണ്ണ ഗോപിയുണ്ട്, മാറത്ത് നല്ലൊരു തിലകം വെച്ചിട്ടുണ്ട്, നല്ലൊരു തുളസിമാല അണിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരു മാങ്ങാമാല ഉണ്ട്, ചെറിയ നെക്ലസ് പോലത്തെ ഉണ്ട്, ഒരു വളയം പോലത്തെ ഒരു മാല ഉണ്ട്. നല്ല അലങ്കാരപ്രിയനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നന്നായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട്, എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനായിട്ടുള്ള നിൽപ്പാണ്. നന്നായിട്ടുള്ളൊരു ആ കാഴ്ചയാണ് കാണാനുള്ളത്. വളരെ കേമായിട്ട് അതിങ്ങനെ ഭാവോദിക്കാൻ ചാർത്തിയിട്ടുമുണ്ട്. എന്താ പറയുക, എങ്ങനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത തരത്തിലാണെന്ന്. ആ മഞ്ഞപ്പട്ടും കളബും ഒക്കെ പാടെ ഇങ്ങനെ ആകുമ്പോഴേ മഞ്ഞ കളറിലിങ്ങനെ നിൽക്കുകയാണ്. മഞ്ഞപ്പട്ടാണല്ലോ, പീതാംബരാണല്ലോ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇന്ന് ഇപ്പോൾ ശ്രീലകത്ത് കാണാനുള്ളത്. നന്നായിട്ട് കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ, സൂക്ഷിച്ച് നോക്കൂ. നമ്മളെ ചതുർബാഹുവായ ആ നാരായണൻ്റെ വിഗ്രഹത്തിൽ വീണ്ടും ചതുർബാഹുവായിട്ടുള്ള നാരായണനായിട്ട് തന്നെ, മഹാപ്രഭുവായിട്ട് തന്നെയാണ് ഇന്ന് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ അതങ്ങോട്ട് കാണുക, എന്നിട്ട് ആ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് തൊഴുക, മനസ്സിരുത്തിയിട്ട് അങ്ങോട്ട് ധ്യാനിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ മഹത്തായ ആ രൂപം അങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് ധ്യാനിക്കുക, എന്നിട്ട് അങ്ങോട്ട് തൊഴുക. ആ മനസ്സ് ഇവിടെ എത്തട്ടെ, ഗുരുവായൂർക്ക് ഇങ്ങോട്ട് വരട്ടെ. എല്ലാവരും ഗുരുവായൂർക്ക് ഇങ്ങോട്ട് വന്നോളൂ. ഗുരുവായൂരാണ് നമ്മൾ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവുക. എന്നിട്ട് ആ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് നമസ്കരിക്കുക, സാഷ്ടാംഗം നമസ്കരിച്ചോളൂ. അപ്പോൾ ആ മനസ്സ് അവിടെ എത്തും. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തന്നെയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ തൊഴുത് നമ്മളെ അല്ലലും അവതാരവും ഒക്കെ പറഞ്ഞ് നമുക്ക് നേരെ അങ്ങോട്ട് തൊഴുത് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോൾ അങ്ങനെ പതുക്കെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ അതിങ്ങനെ നടക്കുക, നടന്നിങ്ങനെ പോകുമ്പോൾ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ടിങ്ങനെ തൊഴുത് അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്ത് പോവാം. വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അതും കഴിഞ്ഞ് സരസ്വതി ദേവിനെയും കാണാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. രണ്ടിടത്തിലും തൊഴുതിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആ സൈഡിലുള്ള ആ ഗണപതിയുടെ ആ ഒരു വിഗ്രഹം കൂടി കാണാം. അവിടെയൊക്കെ ഒന്ന് തൊട്ട് തലോടി അങ്ങനെ നമ്മൾ വരുമ്പോൾ ആ പ്രസാദമൊക്കെ വാങ്ങാം. പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഒന്ന് സാഷ്ടാംഗം പിൻപുറത്ത് നമസ്കരിക്കുക. അപ്പോൾ അവിടെ നമസ്കരിക്കാം, സമാധാനമായിട്ട് നമസ്കരിക്കാം. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ അനന്ത പത്മനാഭസ്വാമീനെ നോക്കിയിട്ട് അവിടെയൊക്കെ നല്ല വിധാനത്തിൽ തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല കാഴ്ചയായിട്ട് കാണാനുണ്ട്. അങ്ങനെ ആ ദശാവതാര വിഗ്രഹം ഭാർഗവരാമനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ പോരാം. വീണ്ടും കണ്ണൻ്റെ അടുത്ത് കാണാം, അത് ആ മുരുകൻ്റെ അവിടെ കാണാം.
അതും കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഓവിൻ്റെ അധീനം അങ്ങനെ പോന്നാൽ നമ്മളെ താമരക്കണ്ണൻ്റെ അടുത്തേക്ക് പോരാം. ആ താമരക്കണ്ണനെ നോക്കി തൊഴാം. ആ കൽപ്പക വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണി ആ താമരക്കണ്ണനെ നോക്കി തൊഴുക. അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുത് ഇങ്ങനെ ആ മണിക്കിണറൊക്കെ കണ്ടിങ്ങനെ നമ്മളെ കണ്ണൻ നൃത്തം ചെയ്യുന്ന ആ നൃത്താറയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇതാ കിടാവിളക്കായിട്ട് കത്തും. അപ്പോൾ അവിടെ ഉണ്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ ആ നൃത്തം ചെയ്യുകയാണ്. അത് കണ്ട് ഇനി നമുക്കിങ്ങനെ ആ കുറൂരമ്മേനെയൊക്കെ കണ്ടിട്ട് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പ്രസാദത്തിൻ്റെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി ഇനി എടത്തരികത്ത് കാവിൽ അമ്മേനെ കണ്ട് തൊഴാം. അങ്ങനെ ആ ഭഗവതീനെ കണ്ട് തൊഴുക. അവിടെയുണ്ട് അത്യാവശ്യമൊക്കെ തിരക്ക് കേട്ടോ. അങ്ങനെ ആ ഭഗവതീനെ കണ്ട് സർവത് മംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ കാത്തോളണേ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. മമ്മിയൂരപ്പനെ നോക്കി തൊഴുത് നേരെ അങ്ങോട്ട് പോരുമ്പോൾ ആ കൊടിമരമൊക്കെ കാണാം. കൊടിമരത്തിൻ്റെ അവിടുന്ന് ഒന്നും കൂടി നമ്മളെ മഹാപ്രഭുവിനെ ആ ശ്രീലകത്തേക്ക് നോക്കി കാണാം. അതും കഴിഞ്ഞ് നേരെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരാം. അവിടെ അതാ കിടാവിളക്ക് കത്തണു. അതും നോക്കി തൊഴുത് ഇനി അയ്യപ്പൻ്റെ അവിടെ എത്താം. അയ്യപ്പൻ്റെ അവിടെ വന്നിട്ട് അയ്യപ്പസ്വാമീനെ കാണാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. ഇനി നമുക്ക് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് പോരാം. അപ്പോൾ ആ കൊടിമരം നോക്കിയാൽ കാണാം നമ്മളെ ബാലഗോപാലനായിട്ട് ആ വേണുഗോപാലനായിട്ട് കൊടിമരത്തിൻ്റെ മുകളിലതാ ആ ഓടക്കുഴൽ വിളിക്കുന്ന കണ്ണൻ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലും കാണാം. അതൊക്കെ നോക്കി കണ്ട് തൊഴുത് നമുക്ക് തിരിച്ചിറങ്ങാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഉച്ചപൂജ കണ്ടു തൊഴുതു. എല്ലാവരും തൊഴുത പോലെ മനസ്സിലങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ കണ്ട പ്രതീതി ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണ ഹരേ.